സംഗീത മനസ്സുകളിൽ കൂടുകൂട്ടിയ തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകിക്ക് വിട. 88-ാം വയസ്സിൽ മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു വിയോഗം. മൈസൂരുവിലെ മഹാരാജാസ് ഗ്രൗണ്ടിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങളുണ്ട്. വൈകുന്നേരം 5 മണിയോടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ജാനകിയമ്മയുടെ ഭൗതിക ശരീരം സംസ്കരിക്കും. മൈസൂരുവിൽ നിന്ന് സരീഷ് പി.കെ. നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സരീഷ്, വേദനാജനകമായ മുഹൂർത്തമാണ്. ഈ ലോകമെമ്പാടുമുള്ള ജാനകിയമ്മ ആരാധകരുടെ സങ്കട ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. ജാനകിയമ്മയുടെ ആഗ്രഹമായിരുന്നു മൈസൂരുവിൽ അന്ത്യവിശ്രമം എന്നുള്ളത്. അതിനൊപ്പം കുടുംബവും നിൽക്കുന്നു. എങ്ങനെയാണ് നിലവിലെ ക്രമീകരണങ്ങൾ? സംഗീതത്തെ ആസ്വദിക്കുന്നവർ, സംഗീതത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ഒരു ദിവസം ഒരിക്കലെങ്കിലും എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ഒരു പാട്ട് കേൾക്കാതെ ആ ദിവസം കടന്നു പോകില്ല എന്നൊരു സാഹചര്യമുണ്ട്. കാരണം അത് മലയാളിയായാലും തെലുങ്കായാലും കർണാടകയായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ ഒരു ദിവസം ഒരു തവണയെങ്കിലും എസ് ജാനകി പാടിയ ഒരു പാട്ട് കേൾക്കാതെ കടന്നു പോകാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും അവസാനത്തെ വിടവാങ്ങൽ ദിവസവും 10,000-കണക്കിന് ആളുകൾ ഈ അവസാന ചടങ്ങിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് കരുതുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് ഗ്രൗണ്ടിലാണ്. മഹാരാജാസ് ഗ്രൗണ്ടിൽ ഒരുക്കിയ പവലിയനാണിത്. ഈ പവലിയന്റെ ഏതാണ്ട് ഈ ഭാഗത്താണ് ഈ പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. ഈ പവലിയന്റെ നടുഭാഗത്തായി മൃതദേഹം കൊണ്ടുവയ്ക്കുകയും അതിനുശേഷം 2 ഭാഗങ്ങളിലായാണ് ഈ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്തുകൂടി VIP-കൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് കടന്നു വരും. അതുവഴി അവരുടെ വാഹനം പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതുവഴി ഇങ്ങോട്ടേക്ക് ഈ വഴിയാണ് VIP-കൾ ഉൾപ്പെടെയുള്ളവർ വരിക. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ മൃതദേഹത്തിൽ പൊതുദർശനം അല്ലെങ്കിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയും തൊട്ടടുത്തായി അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പല സംഗീതജ്ഞരും സംഗീത ലോകത്ത് എസ് ജാനകിക്കൊപ്പം പാടിയവർ, അവർക്കൊപ്പം മ്യൂസിക് ചെയ്ത ആളുകൾ, അങ്ങനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ സംഗീത ലോകത്ത് നിന്നും അല്ലെങ്കിൽ ചലച്ചിത്ര ലോകത്തെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. അവർക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ് ജാനകിയെ മനസ്സിൽ കൊണ്ട് നടന്ന ജാനകി അമ്മ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഈ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ പോലീസ് പ്രതീക്ഷിക്കുന്നത് തന്നെ ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. അവരെല്ലാം തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയും നിലവിൽ ഒരു വേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ അങ്ങേ അറ്റത്ത് നിന്നും, അതായത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്നും അവർ വരിയായി ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഒരു കയറ്റം, ഒരു ബ്രിഡ്ജ് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കയറി ഈ പൊതുദർശനത്തിന് ഒരുക്കിയ മൃതദേഹം, അവിടെ ഈ പൊതുദർശന വേദിയിലുള്ള മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് ഇതേ വേദിയിലൂടെ അല്ലെങ്കിൽ ഇതേ റോയിലൂടെ തന്നെ പുറത്തേക്ക് കടക്കുക, ഇങ്ങനൊരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ ഏതാണ്ട് 250-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ ക്രമസമാധാന ചുമതലയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രാഫിക് ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കുന്നതിനായി 50-ലേറെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 മണിയോടെ തന്നെ എസ് ജാനകിയുടെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ആളുകളെ കയറ്റിവിടുക എന്നൊരു ഉദ്ദേശമാണ് നിലവിലുള്ളത്. ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ VIP-കൾ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ജാനകിയമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ ആദ്യം കടത്തിവിട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം നൽകുക. അതിനുശേഷമായിരിക്കും മറ്റ് ആളുകൾക്ക്, അതായത് പൊതുദർശനത്തിനുള്ള അല്ലെങ്കിൽ സാധാരണ ആൾക്കാരായി എത്തുന്ന, പ്രേക്ഷകരായി എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. എന്തായാലും നിലവിലെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നിലവിൽ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്. എന്തായാലും എസ് ജാനകിയെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിലും ഒപ്പം തന്നെ മലയാളത്തിലും തമിഴിലും ഒക്കെ നിരവധി ഗാനങ്ങൾ ആലപിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ ഒരുപക്ഷെ 1960-കൾ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നിരവധി ഗാനങ്ങൾ കന്നഡ ഭാഷയിൽ പാടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ഗാനസമൂഹം ഈ കർണാടകത്തിലുണ്ട്. ആ കർണാടകത്തിലുള്ള ഗാനസമൂഹം ഏറ്റവും അവസാനമായി, പ്രത്യേകിച്ച് ഈ ചെന്നൈയിലായിരുന്നു ഈ എസ് ജാനകി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. പാട്ടുകൾ
പാടുന്നതിനായി അവിടെയായിരുന്നു. അത് മലയാളത്തിലാവട്ടെ അല്ലെങ്കിൽ തമിഴിലാവട്ടെ മറ്റു ഭാഷകളിലാവട്ടെ അവിടെയെല്ലാം തന്നെ ചെന്നൈയിലെ സ്റ്റുഡിയോ കേന്ദ്രീകരിച്ച് ചെന്നൈയിലെ അവരുടെ വസതി കേന്ദ്രീകരിച്ച് AVM സ്റ്റുഡിയോ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നെങ്കിൽ പോലും ഏറ്റവും അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ 2017 മുതലൊക്കെ കൂടുതലായി ഈ ചെന്നൈയിൽ നിന്നും മാറി ഈ മൈസൂരുവിലേക്കാണ് അവർ വന്നിരുന്നത്. മകന്റെ വിയോഗത്തെ തുടർന്നായിരുന്നു ഈ മൈസൂരുവിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ. കാരണം ഹൃദയാഘാതത്തെ തുടർന്നാണ് മകന്റെ വിയോഗമുണ്ടാകുന്നത്. അപ്രതീക്ഷിത വിയോഗമായിരുന്നു. അത് വളരെ മനോവിഷമം എസ് ജാനകിയിൽ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ മണ്ണിൽ തന്നെ തനിക്കും അവസാന യാത്ര ആ മണ്ണിൽ തന്നെ ആകണം എന്നൊരാഗ്രഹം എസ് ജാനകി മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ അവരുടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ തന്നെ അന്തിമോപചാരം അല്ലെങ്കിൽ അന്തിമ കർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചത്. കുടുംബം തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം സർക്കാരിനോടും അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലയിലുള്ള ആളുകളോടുമൊക്കെ മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായി എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ചെന്നൈയിൽ, കാരണം നിലവിൽ തമിഴ് സിനിമ കേന്ദ്രീകരിച്ച് 14 തവണ സംസ്ഥാന അവാർഡ് തമിഴ് ചലച്ചിത്ര അവാർഡ് നേടിയ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ കലൈമാമണി പട്ടം ഉൾപ്പെടെയുള്ളവ സ്വന്തമാക്കിയ അതുല്യ പ്രതിഭയാണ്. ഒരുപക്ഷെ മലയാളിക്കും കർണാടകത്തിനും അപ്പുറം ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് തമിഴിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴിന് എസ് ജാനകി എന്നും തങ്ങളുടെ മകളാണ്. തമിഴ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒരു മകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ സ്വീകരിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ അവസാനമായി ഒന്ന് കാണാൻ ചെന്നൈയിലെയും തമിഴ്നാട്ടിലെയും പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് ഈ തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, അന്തിമോപചാരം അർപ്പിക്കാനും അതോടൊപ്പം തന്നെ അവിടെ തമിഴ്നാട്ടിൽ മറ്റ് സംസ്കാരത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യാം എന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴാണ് കുടുംബം ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇങ്ങനൊരു ആഗ്രഹം എസ് ജാനകി മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ള കാര്യം ആ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരും ഒക്കെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എന്തായാലും നിലവിലെ സൗകര്യങ്ങൾ, അതായത് ഈ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. 8 മണിക്ക് തന്നെ മൃതദേഹം ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ വസതിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോയിട്ടുണ്ട്. 8 മണിക്ക് തന്നെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും പൊതുദർശനം ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, ശരി സരീഷ്. ആ ഘട്ടത്തിൽ വീണ്ടും സരീഷിലേക്ക് വരാം. അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ പ്രേക്ഷകരൊക്കെയും ജാനകി അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അനൂപാർ എത്രയൊക്കെ പാടി മറഞ്ഞാലും ഭാവരാഗത്തിൻ്റെ സമന്വയമേളം സൃഷ്ടിച്ച ജാനകി അമ്മയുടെ സ്വരസാന്നിധ്യം ഓർമ്മയിൽ മായാതെ നിലകൊള്ളുമെന്ന് അനൂപാർ പറയുന്നു. ജാനകിയമ്മയുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റിയത് തന്നെ വലിയ പുണ്യമെന്നാണ് രഘുനന്ദൻ പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രേക്ഷകരുമൊക്കെയും ഈ ജാനകിയമ്മയുടെ മരണത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നന്ദന, അതേപോലെ തന്നെ ശ്രീജിത്ത്, സുജീഷ് ഒക്കെയും പറയുന്നുണ്ട്, സജിമ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകിയമ്മയുടെ ഓർമ്മകളിൽ തന്നെയാണ് എല്ലാവരും. ലോകമെമ്പാടുമുള്ള സംഗീത ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു മുൻപും പലവട്ടം ജാനകിയമ്മ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്, പല ഇടങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോഴൊക്കെയും ഒരു ഞെട്ടലോടുകൂടി അത് കാണുകയും അത് സത്യമാകല്ലേ എന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്തവരാണ് നമ്മൾ. പിന്നീട് അതങ്ങനെയൊന്നും ആയിരുന്നില്ല, അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന തരത്തിൽ വന്നു. ഇന്നലെ ഈ ഒരു വാർത്ത വന്ന ഘട്ടത്തിലും ആദ്യമൊക്കെ അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ജാനകി അമ്മ നമ്മളെ വിട്ടു പോവുകയായിരുന്നു. ജാനകി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ പോവുകയാണെങ്കിലും ആ ഗാനങ്ങൾ അല്ലേ, അത് അനശ്വരമായി എല്ലാ കാലവും മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഇവിടെ നിലനിൽക്കുമെന്നുള്ളതാണ്.